90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. നമസ്കാരം. 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്തകൾ. KSFയിലെ വിജിലൻസ് റെയ്ഡിനെ ന്യായീകരിച്ച മുഖ്യമന്ത്രി. മിന്നൽ പരിശോധനയിൽ അസ്വാഭാവികതയില്ല. ഇന്നലെ നടന്ന മിന്നൽ പരിശോധനയ്ക്ക് വിജിലൻസ് ഡയറക്ടറുടെ അനുമതി ഉണ്ടായിരുന്നു. KSFയിൽ പോരായ്മയുണ്ടെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. വീഴ്ചയും പോരായ്മയും പരിഹരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി. KSF റെയ്ഡുമായി ബന്ധപ്പെട്ട ചർച്ച നീട്ടിക്കൊണ്ടുപോകാൻ താൽപര്യമില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. വിജിലൻസ് റിപ്പോർട്ട് വരട്ടെയെന്നും ചിട്ടി സംബന്ധിച്ച എല്ലാ ആക്ഷേപവും പരിശോധിക്കുമെന്നും ധനമന്ത്രി. KSFയിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ഓഫീസിൽ പരിശോധന നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വടകര നാദാപുരം റോഡിലെ ഊരാളുങ്കൽ ആസ്ഥാനത്തായിരുന്നു പരിശോധന. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധനയെന്ന് വിവരം. കർഷക സമരത്തിൽ കേന്ദ്ര ഇടപെടൽ. കാർഷിക നിയമത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി. ലക്ഷ്യം കർഷക സംരക്ഷണം. കർഷകരിൽ ഭീതി നിറയ്ക്കുന്നത് രാഷ്ട്രീയ കളി. പ്രതിഷേധക്കാരുമായി കേന്ദ്ര സർക്കാർ നാളെ ചർച്ച നടത്തും. അമിത്ഷാ നേതാക്കളെ ഫോണിൽ വിളിച്ചു. സർക്കാർ നിലപാട് തിരുത്തണമെന്ന് രാഹുൽ ഗാന്ധി. KSFയുടെ 36 കേന്ദ്രങ്ങളിൽ നടത്തിയ വിജിലൻസിന്റെ കണ്ടെത്തലുകൾ സംബന്ധിച്ച് കത്തോ അറിയിപ്പോ കിട്ടിയിട്ടില്ലെന്ന് KSF ചെയർമാൻ പീലിപ്പോസ് തോമസ്. ഗുരുതരമായ വീഴ്ച ഒരു ബ്രാഞ്ചിലും കണ്ടെത്തിയിട്ടില്ല. ചിട്ടികളെക്കുറിച്ച് കൃത്യമായ അറിവില്ലാതെയാണ് വിജിലൻസിന്റെ പരിശോധനയെന്നും KSF ചെയർമാൻ. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ VK ഇബ്രാഹിം കുഞ്ഞിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ചോദ്യം ചെയ്യൽ സംബന്ധിച്ച റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്ന് വിജിലൻസ് DYSP V ശ്യാംകുമാർ. ഇബ്രാഹിം കുഞ്ഞിനെ വീണ്ടും ചോദ്യം ചെയ്യണമോ എന്നത് പിന്നീട് തീരുമാനിക്കും. KSITLലെ നിയമനങ്ങളിൽ വിജിലൻസ് അന്വേഷണം. സ്വപ്ന സുരേഷിന്റെ നിയമനം അന്വേഷിക്കാനും മുഖ്യമന്ത്രിയുടെ ഉത്തരവ്. സംസ്ഥാന സർക്കാരിന്റെ IT പദ്ധതികളിൽ നിന്ന് വിവാദ കൺസൾട്ടൻസി കമ്പനി പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സിന് വിലക്ക്. നടപടി 2 വർഷത്തേക്ക്. കരാർ വ്യവസ്ഥകളിൽ വീഴ്ച വരുത്തിയെന്ന് വിശദീകരണം. അയോഗ്യരെ നിയമിച്ചെന്നും സർക്കാർ. K-ഫോൺ കരാറും പുതുക്കിയില്ല. ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ MC കമറുദ്ദീൻ MLAക്ക് ജാമ്യമില്ല. ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ചികിത്സ ആവശ്യമെങ്കിൽ ഒരുക്കാൻ ജയിൽ അധികൃതർക്ക് കോടതിയുടെ നിർദ്ദേശം. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം നാളെ പുലർച്ചെ ചുഴലിക്കാറ്റായി മാറിയേക്കും. മറ്റന്നാൾ പുലർച്ചെ ശ്രീലങ്കൻ തീരം തൊടും. തെക്കൻ കേരളത്തിൽ വ്യാഴാഴ്ച അതിതീവ്ര മഴ പെയ്തേക്കും. ഇടുക്കിയിൽ റെഡ് അലർട്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. വെള്ളപ്പൊക്കത്തിനും കടൽ കയറ്റത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന് മുഖ്യമന്ത്രി. കോവിഡ് സാഹചര്യം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിച്ച് കേന്ദ്ര സർക്കാർ. വാക്സിൻ നിർമ്മാതാക്കളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. വാക്സിനെതിരെ വ്യാജ പ്രചാരണം നടത്തിയെന്നാരോപിച്ച് സന്നദ്ധ പ്രവർത്തകനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട്. രാജ്യത്ത് 38,772 പുതിയ രോഗികളും 443 മരണവും. രോഗമുക്തി നിരക്ക് 94%. പ്രധാനമന്ത്രിക്കെതിരെ ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകർ. പ്രധാനമന്ത്രി തങ്ങളെ കേട്ടില്ലെങ്കിൽ അതിന്റെ വില നൽകേണ്ടി വരുമെന്ന് കർഷക സംഘടനകൾ. കർഷക സമരത്തിൽ 2 ദിവസത്തിനകം തീരുമാനമായില്ലെങ്കിൽ ഡൽഹിക്കകത്തേക്ക് ചരക്ക് വാഹനങ്ങളോ ടാക്സികളോ ഒരു വാഹനവും കടത്തിവിടില്ലെന്ന് മുന്നറിയിപ്പ്. കോടതിയിൽ രഹസ്യമായി മൊഴി നൽകാനുണ്ടെന്ന് സ്വപ്ന സുരേഷും സരിത്തും. അഭിഭാഷകർ മുഖേന എഴുതി നൽകാൻ കോടതിയുടെ നിർദ്ദേശം. M ശിവശങ്കറിന്റെ കസ്റ്റഡി അപേക്ഷയിൽ വിധി നാളെ. ഡോളർ കടത്തിയ കേസിലും M ശിവശങ്കറിനെതിരെ സ്വപ്ന സുരേഷിന്റെ മൊഴിയുണ്ടെന്ന് കസ്റ്റംസ്. സ്വപ്നയുടെയും സരിത്തിന്റെയും മൊഴികൾ മുദ്രവച്ച കവറിൽ കസ്റ്റംസ് കോടതിയിൽ സമർപ്പിച്ചു. വാക്സിൻ നിർമ്മാണം പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് മുഖ്യമന്ത്രി. ഡോക്ടർ ജേക്കബ് ജോണിന്റെ നേതൃത്വത്തിലുള്ള സമിതി വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാക്സിൻ നിർമ്മാണം പരിശോധിക്കും. ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിൽ കോവിഡ് വാക്സിൻ നൽകാനായേക്കുമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് 3,382 പേർക്ക് കൂടി കോവിഡ്. 6,055 പേർക്ക് രോഗമുക്തി. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 34,000-ലധികം സാമ്പിളുകൾ. ടെസ്റ്റ് പോസിറ്റിവിറ്റി 9.75%. 21 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ കോവിഡ് മരണം 2,244 ഡിസംബർ 8 പോളിംഗ് നടക്കുന്ന 5 ജില്ലകളിൽ 24,000-ലധികം സ്പെഷ്യൽ വോട്ടർമാരുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ V ഭാസ്കരൻ. തെരഞ്ഞെടുപ്പിന് 10 ദിവസം മുൻപ് കോവിഡ് ബാധിതരുടെയും ക്വാറന്റീനിലുള്ളവരുടെയും ലിസ്റ്റ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കും. വോട്ടിംഗ് ദിവസം സ്പെഷ്യൽ വോട്ടർമാർക്ക് വീട്ടിനകത്ത് വെച്ച് വോട്ട് രേഖപ്പെടുത്താം. വോട്ടർമാരുടെ വീടുകളിൽ സ്പെഷ്യൽ ടീം എത്തുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ക്ഷേമ പെൻഷനുകൾ കാര്യക്ഷമമായി നടപ്പിലാക്കിയത് ഇടത് സർക്കാരുകളാണെന്നും പെൻഷൻ കുറച്ചുവെന്നത് വ്യാജ പ്രചാരണമാണെന്നും മുഖ്യമന്ത്രി. LDF സർക്കാർ പെൻഷൻ തുക എല്ലാ വർഷവും ഉയർത്തി. സാമൂഹ്യക്ഷേമ പദ്ധതികളെക്കുറിച്ച് UDFും BJPയും കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും മുഖ്യമന്ത്രി.
തൃശൂർ ചാവക്കാട് സബ് ജയിലിൽ പോക്സോ കേസിലെ പ്രതി മരിച്ച സംഭവത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ ജേഷ് കുമാറിന് സസ്പെൻഷൻ. ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസറെയും അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറെയും സ്ഥലം മാറ്റി. പോക്സോ കേസ് പ്രതി കുട്ടനല്ലൂർ സ്വദേശി ബെൻസൺ മരിച്ചത് കഴിഞ്ഞ മാസം 26-ന്. ഇനി ദേശീയ വാർത്തകൾ. തമിഴ് സൂപ്പർ താരം രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനം ഉടൻ ഉണ്ടാകും. തീരുമാനം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് രജനീകാന്ത്. ഉചിതമായ തീരുമാനം കൈക്കൊള്ളാൻ അനുയായികൾ തന്നെ ചുമതലപ്പെടുത്തിയതായി രജനീകാന്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകണമെന്ന മുദ്രാവാക്യവുമായി പ്രവർത്തകർ. ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OICയുടെ കശ്മീർ വിഷയത്തിലെ പരാമർശത്തിൽ പ്രതിഷേധമറിയിച്ച് ഇന്ത്യ. കശ്മീരിന്റെ പ്രത്യേക പദവി പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട നടപടി ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണെന്ന് നടത്തിയ വിലയിരുത്തലിലാണ് ഇന്ത്യ അമർഷമറിയിച്ചത്. ഒഡീഷയിൽ പുതുതായി 418 പോസിറ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 3,18,725 ഒഡീഷയിൽ ഇതുവരെ രോഗമുക്തി നേടിയവർ 3,11,256 പേർ. കോവിഡ് വാക്സിൻ വികസന പ്രവർത്തനങ്ങളിൽ ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. വാക്സിൻ നിർമ്മാതാക്കളുമായി ഇന്ന് നടത്തിയ ചർച്ചയിലാണ് പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചത്. വാക്സിൻ വികസനത്തിനായുള്ള വിവിധ സാധ്യതകളും ചർച്ച ചെയ്തു. ഡൽഹിയിൽ RT-PCR ടെസ്റ്റുകളുടെ നിരക്ക് കുറയ്ക്കാൻ നിർദ്ദേശിച്ചതായി മുഖ്യമന്ത്രി. സർക്കാർ സ്ഥാപനങ്ങളിൽ സൗജന്യമായി ടെസ്റ്റുകൾ നടത്തുന്നുണ്ടെങ്കിലും സ്വകാര്യ ലാബുകളിൽ പരിശോധന നടത്താൻ ഇത് സഹായിക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ. കോവിഷീൽഡ് വാക്സിൻ പരീക്ഷണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടയാൾക്കെതിരെ 100 കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. വാക്സിൻ പരീക്ഷണത്തിൽ പങ്കെടുത്ത തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്നും 5 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ട ചെന്നൈ സ്വദേശിക്കെതിരെയാണ് കേസ് ഫയൽ ചെയ്തത്. പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചുവെന്ന പ്രസ്താവന തിരുത്തി കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ. കോൺഗ്രസുകാരനായ തന്റെ പ്രസ്താവന തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണെന്ന് ആനന്ദ് ശർമ്മ. മഹാരാഷ്ട്രയിൽ 3837 പേർക്ക് കൂടി കോവിഡ്. നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 90,555 പേർ. ഇന്ന് മാത്രം 80 മരണം. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി തമിഴ്നാട് സർക്കാർ. UG അവസാന വർഷ ക്ലാസുകൾ അടുത്ത മാസം 7-ന് ആരംഭിക്കും. മറീന ബീച്ച് ഡിസംബർ 14-ന് ശേഷം വീണ്ടും തുറക്കും. 50% പേർക്ക് പ്രവേശനാനുമതി. എയർ ഇന്ത്യ പൈലറ്റ്സ് അസോസിയേഷൻ കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് കത്തെഴുതി. വേതനം വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട് അടിയന്തര കൂടിക്കാഴ്ച നടത്തണമെന്നാവശ്യപ്പെട്ടാണ് കത്തെഴുതിയത്. രാജീവ് ഗാന്ധിയുടെ പ്രതിമയിൽ അജ്ഞാതർ കരിയോയിൽ ഒഴിച്ചു. വാരാണസിയിൽ സ്ഥാപിച്ചിരുന്ന പ്രതിമയിലാണ് കരിയോയിൽ ഒഴിച്ചത്. സംഭവത്തിൽ BJPയുടെ ഗൂഢാലോചനയെന്ന് കോൺഗ്രസ് ആരോപണം. മധ്യപ്രദേശിലെ മൊറൈന മാർക്കറ്റിൽ വെടിവയ്പ്. കർഷകരുടെ 2 വിഭാഗങ്ങൾ തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് വെടിവയ്പുണ്ടായത്. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. തമിഴ്നാട് തിരുച്ചിറപ്പള്ളിയിൽ പുതിയ കാർഷിക നിയമങ്ങൾ കേന്ദ്രം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഫാമേഴ്സ് യൂണിയൻ പേപ്പർ വിമാനങ്ങൾ പറത്തി പ്രതിഷേധിച്ചു. ഡൽഹിയിലേക്ക് പോകാൻ ശ്രമിച്ച തങ്ങളെ പോലീസ് തടഞ്ഞെന്ന് ഫാമേഴ്സ് യൂണിയൻ. കൂടുതൽ ചൈനീസ് ആപ്പുകൾ നിരോധിക്കാൻ സർക്കാർ പട്ടിക തയ്യാറാക്കുന്നതായി റിപ്പോർട്ട്. ആപ്പ് സ്റ്റോറുകളിൽ ആളുകളുടെ കൂടുതൽ ശ്രദ്ധ നേടുകയും കൂടുതൽ ഡൌൺലോഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ആപ്പുകളെ നിരീക്ഷിച്ചു വരികയാണ്. കർശനമായ നിരീക്ഷണം പൂർത്തിയായാൽ ഉടൻ നടപടി സ്വീകരിക്കാൻ തീരുമാനം. ഡൽഹിയിൽ അതിശൈത്യം. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏറ്റവും തണുപ്പേറിയ നവംബറാണ് ഡൽഹിയിലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നവംബറിൽ ഡൽഹിയിലെ ശരാശരി താപനില 12.9 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 6.3 ഡിഗ്രി സെൽഷ്യസും. കഴിഞ്ഞ നവംബറിൽ ശരാശരി താപനില 15 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ആന്ധ്രാപ്രദേശിലെ ഡോണബണ്ട ചെക്ക് പോസ്റ്റിൽ കാറിൽ കടത്താൻ ശ്രമിച്ച 120 കിലോ കഞ്ചാവ് പിടികൂടി. വിശാഖപട്ടണം ജില്ലയിലെ നർസിപ്പട്ടണം മുതൽ മുംബൈ വരെ നടത്തിയ റെയ്ഡിലാണ് കഞ്ചാവ് പിടികൂടിയത്. ഉത്തരാഖണ്ഡിൽ 13 ജില്ലകളിൽ കർഫ്യൂ ഏർപ്പെടുത്താൻ അനുമതി. നടപടി കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ. സംസ്ഥാനത്തെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം എന്നിവിടങ്ങളിലും യാത്രക്കാരെ തെർമൽ സ്കാനിംഗിന് വിധേയമാക്കും. കർണാടകയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഡിസംബർ 22, 27 തീയതികളിൽ 2 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ്. 27-നാണ് ഫലപ്രഖ്യാപനം. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 5762 ഗ്രാമപഞ്ചായത്തുകളിലേക്ക്. മണിപ്പൂരിൽ സർക്കാർ ഡോക്ടേഴ്സിന്റെ സ്വകാര്യ പ്രാക്ടീസിന് വിലക്കേർപ്പെടുത്തി. കോവിഡ് ബാധിതർക്ക് കൃത്യമായി ചികിത്സ ലഭിക്കുന്നതിനായാണ് നടപടി. 2021 ഓഗസ്റ്റോടെ 30 കോടി ഇന്ത്യക്കാർക്ക് കോവിഡ് വാക്സിൻ ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷ് വർദ്ധൻ. വാക്സിൻ ലഭ്യമായാലും മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക തുടങ്ങിയ കോവിഡ് പ്രോട്ടോകോളുകൾ കൃത്യമായി പിന്തുടരണമെന്നും ആരോഗ്യമന്ത്രി. തമിഴ്നാട്ടിൽ 1410 പേർക്ക് കൂടി കോവിഡ്. ആകെ രോഗബാധിതരുടെ എണ്ണം 7,81,000 പിന്നിട്ടു. മരണസംഖ്യ 11,700 കടന്നു.
ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 14 ലക്ഷം രൂപ വില വരുന്ന സ്വർണം പിടികൂടി. 286 ഗ്രാം സ്വർണമാണ് പിടികൂടിയത്. ഇൻഡിഗോ വിമാനത്തിലെത്തിയ ചെന്നൈ സ്വദേശി സയ്യിദ് നദീമുർ റഹ്മാന്റെ കയ്യിൽ നിന്നാണ് സ്വർണം പിടിച്ചെടുത്തത്. ഫേസ് ക്രീം, ടോയ് കാറുകൾ എന്നിവയ്ക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം കണ്ടെത്തിയത്. അന്തർദേശീയ വാർത്തകൾ. കോവിഡ് വാക്സിൻ അടിയന്തര ഉപയോഗത്തിന് അനുമതി തേടിയതായി മൊഡേണ കമ്പനി. അമേരിക്കയിലെയും യൂറോപ്പിലെയും ആരോഗ്യ വിഭാഗം അധികൃതർക്കാണ് അപേക്ഷ നൽകിയത്. വാക്സിൻ പരീക്ഷണം വിജയിച്ച സാഹചര്യത്തിലാണ് അനുമതി തേടിയത്. ലണ്ടനിലെ സൗത്ത് ഹോൾ ഹാവ്ലോക്ക് റോഡിന് ഗുരുനാനാക്കിന്റെ പേര് നൽകി ആദരിച്ചു. ഗുരുനാനാക്കിന്റെ 551 ജന്മദിനത്തിന്റെ ഭാഗമായാണ് ആദരവെന്ന് ലോക്കൽ കൌൺസിൽ. യുകെയിൽ നിന്ന് സ്വതന്ത്രമായി നിൽക്കാൻ സ്കോട്ട്ലൻഡിൽ പുതിയ ഹിതപരിശോധന നടത്തും. 2014 നടത്തിയ ഹിതപരിശോധനയിൽ സ്വതന്ത്ര നിലപാടിനെതിരായാണ് 55% പേരും വോട്ട് ചെയ്തത്. ബ്രെക്സിറ്റിനും എതിർത്താണ് കൂടുതൽ ആളുകളും വോട്ട് ചെയ്തത്. ഇത്യോപ്യയിലെ യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന് ടിഗ്രേ വിമതരുടെ നേതാവ്. പ്രാദേശിക തലസ്ഥാനമായ മെക്കല്ലയിൽ പോരാട്ടം തുടരുകയാണെന്ന് വിമതർ. മെക്കല്ലെ കീഴടക്കിയതായി ഫെഡറൽ സൈന്യം വ്യക്തമാക്കിയിരുന്നു. ശ്രീലങ്കൻ ജയിലിൽ തടവുകാരും പോലീസും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 8 പേർ കൊല്ലപ്പെട്ടു. തലസ്ഥാനമായ കൊളംബോയിലെ ജയിലിലാണ് സംഘർഷമുണ്ടായത്. ജയിലിൽ കോവിഡ് വ്യാപനമുണ്ടായതിൽ തടവുകാർ പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. ഓസ്ട്രേലിയൻ സൈന്യത്തിന്റെ വ്യാജ ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച ചൈന മാപ്പ് പറയണമെന്ന് പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ. അഫ്ഗാനിസ്ഥാനിൽ ഓസ്ട്രേലിയൻ സൈനികർ കുട്ടിയുടെ തലയെറുത്തെടുത്തതായുള്ള ചിത്രമാണ് ചൈനീസ് വിദേശകാര്യ വക്താവ് ട്വിറ്ററിൽ പ്രചരിപ്പിച്ചത്. ചിത്രം നീക്കം ചെയ്യാൻ ഓസ്ട്രേലിയൻ സർക്കാർ ട്വിറ്ററിനോട് ആവശ്യപ്പെട്ടു. ബെലാറസിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ശക്തം. തലസ്ഥാനമായ മിൻസ്കിൽ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്ത 100 കണക്കിന് പ്രക്ഷോഭകരെ അറസ്റ്റ് ചെയ്ത് സുരക്ഷാസേന. വിവിധയിടങ്ങളിൽ പ്രതിഷേധ റാലികൾ തടഞ്ഞു. ഇസ്രയേലിൽ നേരിയ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 3.1 തീവ്രത രേഖപ്പെടുത്തി. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ന്യൂസിലൻഡിലെ വൈറ്റ് ദ്വീപിൽ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ 22 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ 13 കമ്പനികൾക്ക് പിഴ ശിക്ഷ നൽകി. സുരക്ഷാ സംവിധാനങ്ങൾ പാലിക്കാതെ ദ്വീപിൽ വിനോദസഞ്ചാരികളെ എത്തിച്ചതിനാണ് നടപടി. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായത്. അഫ്ഗാനിസ്ഥാനിൽ കാർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 40ആയി. ഗസ്നി നഗരത്തിന് സമീപമാണ് സ്ഫോടനമുണ്ടായത്. താലിബാനുമായി അഫ്ഗാൻ സർക്കാർ സമാധാന ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് സംഭവം. ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞന്റെ കൊലപാതകത്തിന് ഉപയോഗിച്ചത് ഇസ്രയേൽ നിർമ്മിത ആയുധങ്ങളെന്ന് റിപ്പോർട്ട്. കണ്ടെടുത്ത ആയുധങ്ങളിൽ ഇസ്രയേൽ മുദ്രകൾ ഉണ്ടായിരുന്നുവെന്ന് ഇറാൻ പ്രാദേശിക മാധ്യമങ്ങൾ. ആരോപണങ്ങളോട് ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. നോർവേയിലെ നെയ്ഹാംന ഗ്യാസ് പ്ലാന്റിലെ പ്രവർത്തനം പുനരാരംഭിച്ചു. യൂറോപ്പിലേക്കുള്ള ഗ്യാസ് എക്സ്പോർട്ട് പ്രവർത്തനമാണ് പുനരാരംഭിച്ചത്. പ്ലാന്റിലെ തൊഴിലാളികളുടെ സമരം മൂലം പ്രവർത്തനം നിർത്തിവെക്കുന്നതായി കമ്പനി അറിയിച്ചിരുന്നു. സൗദി അറേബ്യയിലെ ചരിത്ര പ്രാധാന്യമുള്ള ഹെഗ്ര പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നു. 2000 വർഷത്തിനിടെ ഇതാദ്യമായാണ് രാജ്യത്തെ ആദ്യ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായ ഹെഗ്രയിൽ പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കുന്നത്. പുരാതന അറബ് ജനതയായ നെബാറ്റിയൻസ് ആണ് മരുഭൂമിയിൽ ഈ നഗരം നിർമ്മിച്ചത്. ബേത്ലഹേമിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വിലക്കുണ്ടാകില്ല. സഞ്ചാരികൾക്കും തീർത്ഥാടകർക്കും നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ലോകത്തിന് പ്രതീക്ഷ നൽകുന്ന ക്രിസ്മസ് സന്ദേശം ബേത്ലഹേമിൽ നിന്നുണ്ടാകുമെന്ന് മേയർ ആന്റോൺ സൽമാൻ. അമേരിക്കയിൽ വരും ആഴ്ചകളിൽ കോവിഡ് വ്യാപനം കൂടുതൽ രൂക്ഷമാകുമെന്ന് മുതിർന്ന ആരോഗ്യ വിദഗ്ധൻ ആന്റണി ഫൗച്ചി. താങ്ക്സ് ഗിവിംഗ് ദിനത്തെ അവധിയിൽ ദശലക്ഷക്കണക്കിന് പേരാണ് സ്വന്തം വീടുകളിലേക്ക് യാത്ര ചെയ്യുന്നതെന്നും ഇത് അത്യന്തം അപകടകരമാണെന്നും ഫൗച്ചി. മെഡിറ്ററേനിയൻ കടലിലെ വിവാദ എണ്ണ പര്യവേഷണം തുർക്കി അവസാനിപ്പിച്ചു. യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടി ആരംഭിക്കാനിരിക്കെയാണ് തുർക്കിയുടെ നടപടി. എണ്ണ പര്യവേഷണത്തിനെതിരെ യൂറോപ്യൻ യൂണിയൻ രംഗത്തെത്തിയിരുന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ സംഘത്തിൽ പൂർണ്ണമായും വനിതകളെ നിയമിച്ച് നിയുക്ത US പ്രസിഡന്റ് ജോ ബൈഡൻ. കെയ്റ്റ് ബെയ്ഡിംഗ് ഷീൽഡ് ആയിരിക്കും സംഘത്തിന് നേതൃത്വം നൽകുക. ജെൻ സാക്കി ആയിരിക്കും പ്രസ് സെക്രട്ടറി. സിമോൺ സാൻഡേഴ്സ്, ആഷ്ലി എറ്റീൻ എന്നിവരായിരിക്കും വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ മാധ്യമ സഹായികൾ. ക്രിസ്മസിന് മുന്നോടിയായുള്ള വത്തിക്കാനിലെ പരമ്പരാഗത ആഘോഷങ്ങൾ ഇത്തവണ ഉണ്ടായിരിക്കില്ല. സാധാരണ ഡിസംബർ 8 മുതലാണ് വത്തിക്കാനിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ ആരംഭിക്കുക. മാർപ്പാപ്പ പങ്കെടുക്കുന്ന പൊതുചടങ്ങുകളും ഒഴിവാക്കിയതായി വത്തിക്കാൻ. സർക്കാർ സ്വകാര്യ സ്കൂളുകളിലെ പ്രവേശനം അടക്കമുള്ള മുഴുവൻ നടപടിക്രമങ്ങളും പൂർണ്ണമായി ഓൺലൈൻ വഴിയാക്കുന്ന സംവിധാനത്തിന് UAEയിൽ തുടക്കം. അറബ് ലോകത്ത് ഇതാദ്യമായാണ് ഇത്തരമൊരു സംവിധാനം ഏർപ്പെടുത്തുന്നത്. ഖത്തറിൽ പുറത്തുപോയി മടങ്ങുന്നവർക്ക് ഓട്ടോമാറ്റിക് റീ എൻട്രി പെർമിറ്റ് പ്രാബല്യത്തിൽ. ഖത്തറിൽ നിന്ന് പുറത്തു പോകുന്നവർക്ക് റീ എൻട്രി പെർമിറ്റ് അപേക്ഷ കൂടാതെ ലഭിക്കുമെന്ന് സർക്കാർ. ഇനി സ്പോർട്സ് വാർത്തകൾ.
പരുക്കേറ്റ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഡേവിഡ് വാർണർക്ക് വിശ്രമം അനുവദിച്ചു. ഇന്ത്യക്കെതിരായ ഏകദിന 2020 പരമ്പരയിൽ നിന്ന് വാർണറെ ഒഴിവാക്കി. ഡാസി ഷോട്ട്സിനെ പകരക്കാരനായി ടീമിൽ ഉൾപ്പെടുത്തി. ISL FC ഗോവ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം പുരോഗമിക്കുന്നു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. 40-ാം മിനിറ്റിൽ ഇഡ്രിസ സില്ലയുടെ പെനൽറ്റി ഗോളിൽ നോർത്ത് ഈസ്റ്റ് മുന്നിലെത്തി. 43-ാം മിനിറ്റിൽ അങ്കുലയുടെ ഗോളിൽ ഗോവ സമനില പിടിച്ചു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം T20യിലും ഇംഗ്ലണ്ടിന്റെ വിജയം 4 വിക്കറ്റിന്. 147 റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങിയ ഇംഗ്ലണ്ട് ഒരു പന്ത് ശേഷിക്ക് ലക്ഷ്യം കണ്ടു. അർദ്ധ സെഞ്ചുറി നേടിയ ഡാവിഡ് മെലനാണ് കളിയിലെ താരം. വെസ്റ്റ് ഇൻഡീസ് ന്യൂസിലൻഡ് മൂന്നാം 2020 മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. 2.2 ഓവറിൽ 1 വിക്കറ്റിന് 25 റൺസ് എന്ന നിലയിലാണ് വിൻഡീസ് ബാറ്റ് ചെയ്യുമ്പോൾ മഴയെത്തിയത്. പിന്നീട് മത്സരം പുനരാരംഭിക്കാൻ കഴിഞ്ഞില്ല. ആദ്യ 2 മത്സരവും വിജയിച്ച കിവീസ് 2-0 പരമ്പര സ്വന്തമാക്കി. തിരുവനന്തപുരം ജില്ലയിൽ 234 പേർക്ക് കൂടി കോവിഡ്. 334 പേർ രോഗമുക്തരായി. ജില്ലയിൽ 4 പേരുടെ മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം കുർള നേത്രാവതി എക്സ്പ്രസിന്റെ വർക്കല ശിവഗിരി സ്റ്റേഷനിലെ സ്റ്റോപ്പ് പുനഃസ്ഥാപിച്ചു. ഇന്നു മുതൽ നേത്രാവതി വർക്കലയിൽ നിർത്തും. കുർളയിലേക്ക് രാവിലെ 9:55-നും തിരികെ തിരുവനന്തപുരത്തേക്ക് വൈകിട്ട് 4:25-നുമാണ് വർക്കല സ്റ്റേഷനിലെ സമയം. കൊല്ലം ജില്ലയിൽ ഇന്ന് 238 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 235 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗം. സമ്പർക്കത്തിലൂടെ ജില്ലയിൽ 633 പേർ രോഗമുക്തി നേടി. ഇന്ന് ആലപ്പുഴ ജില്ലയിൽ 275 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 258 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 17 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 765 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് 91 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 85 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. 26 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 143 പേർ ഇന്ന് രോഗമുക്തി നേടി. പത്തനംതിട്ട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തിയ ഓട്ടോ, ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ. പെട്രോൾ, ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ. CITU പത്തനംതിട്ട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പത്തനംതിട്ടയിൽ അബോധാവസ്ഥയിലായ വയോധികയെ ആശുപത്രിയിൽ എത്തിച്ചു ജീവൻ രക്ഷിച്ച പോലീസ് ബീറ്റ് ഓഫീസർക്ക് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുടെ പുരസ്കാരം. ഇലവുംതിട്ട ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ CPO അൻവർ ഷയ്ക്കാണ് DGPയിൽ നിന്ന് അംഗീകാരം ലഭിച്ചത്. കോട്ടയം ജില്ലയിൽ ഇന്ന് 243 പേർക്ക് കൂടി കോവിഡ്. 204 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ 156 പേർക്ക് രോഗമുക്തി. ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്താൻ കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ സ്ഥാപിക്കും. ഇതിന്റെ ആദ്യപടിയായി കെൽട്രോൺ അധികൃതരുടെ നേതൃത്വത്തിൽ സർവേ ആരംഭിച്ചു. ക്യാമറകൾ സ്ഥാപിക്കേണ്ട ഇടങ്ങൾ നിശ്ചയിക്കാനാണ് സർവേ. ഇടുക്കി ജില്ലയിൽ 49 പേർക്ക് കൂടി കോവിഡ്. 21 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തി 2 പേർക്കും വിദേശത്തുനിന്നെത്തിയ ഒരാൾക്കും ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. ഇടുക്കി നെടുങ്കണ്ടം തൂവൽ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങിയ 2 യുവാക്കൾ മുങ്ങി മരിച്ചു. വെള്ളച്ചാട്ടം കാണാനെത്തിയ സജോമോൾ, സാബു, സോണി ഷാജി എന്നിവരാണ് മരിച്ചത്. ഇടുക്കിയിൽ BMS ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചെറുതോണി BMS ഓഫീസിൽ നടന്ന സമ്മേളനം BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി MP രാജീവൻ ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ തോട്ടം തൊഴിലാളികൾക്കും സർക്കാർ 1 ഏക്കറിൽ കുറയാതെ ഭൂമി നൽകി വീട് വെച്ച് നൽകണമെന്ന് MP രാജീവൻ ആവശ്യപ്പെട്ടു. എറണാകുളത്ത് ഇന്ന് 317 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 246 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 66 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 518 പേർ കൂടി ഇന്ന് രോഗമുക്തി നേടി. എറണാകുളം ജില്ലയിൽ കോതമംഗലം KSEB കീരമ്പാറ സെക്ഷൻ ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി. KSEB വിതരണ വിഭാഗം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ SB സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കൊച്ചി ചക്കരപ്പറമ്പിൽ KSRTC ബസ് മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ 1 മരണം. മരിച്ചത് ഡ്രൈവർ അരുൺ സുകുമാർ. 26 പേർക്ക് പരുക്ക്. കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന KSRTC ഡീലക്സ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ബസ് മീഡിയനിൽ കയറി മറിയുകയായിരുന്നു. 4 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. എറണാകുളം അടിവാട് ടൗണിൽ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ വേസ്റ്റ് ബോക്സ് സ്ഥാപിക്കണമെന്ന ആവശ്യം. ഇതര സംസ്ഥാനക്കാരും കച്ചവടക്കാരും തള്ളുന്ന മാലിന്യം ടൗണിൽ കുന്നുകൂടുന്ന പശ്ചാത്തലത്തിലാണ് നാട്ടുകാർ ആവശ്യവുമായി രംഗത്തെത്തിയത്. പഞ്ചായത്ത് ഇതുവരെ ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് പരാതി. തൃശൂർ ജില്ലയിൽ 659 പേർ രോഗമുക്തരായി. ജില്ലയിൽ 250 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 244 പേർക്കും സമ്പർക്കം വഴിയാണ് രോഗബാധ. തൃശൂർ ജില്ലയിൽ ലൈസൻസ് ഉള്ള തോക്ക് കൈവശമുള്ളവർ ഡിസംബർ 1 മുൻപ് സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ നിർദ്ദേശം. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം.
പാലക്കാട് ജില്ലയിൽ 242 പേർക്ക് കൂടി കോവിഡ്, 104 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 136 പേരുടെ രോഗ ഉറവിടം അവ്യക്തം, 482 പേർക്ക് രോഗമുക്തി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോയ് ശാസ്താംപടിക്കലിനെ പാലക്കാട് പ്രസ് ക്ലബ്ബ് അനുസ്മരിച്ചു. അനുസ്മരണ പരിപാടി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ജോയ് എന്ന വിഷയത്തിൽ NN കൃഷ്ണദാസ്, CP മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. മലപ്പുറം ചെമ്മാട് പാലം പള്ളിപ്പടി അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഗതാഗത കുരുക്ക്, ട്രാഫിക് നിയന്ത്രിക്കാൻ പോലീസ് ഇല്ലാത്തതാണ് പ്രധാന കാരണം. അപ്രോച്ച് റോഡിന്റെ പണി മുന്നോട്ട് നീങ്ങുന്നില്ലെന്ന് നാട്ടുകാർ. SNDP കോഴിക്കോട് ബിലാത്തിക്കുളം ശാഖയുടെ 12ാമത് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു. കോഴിക്കോട് SNDP യൂണിയൻ സെക്രട്ടറി സുധീഷ് കേശവപുരി ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് കുന്നമംഗലത്ത് പാണ്ടിവയലിൽ നടന്ന ജൈവ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നടത്തി. പൈതൃകം സെക്രട്ടറി TV ജയകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു കൊയ്ത്തുത്സവം. വയനാട് ബത്തേരിയിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം, 21 ലക്ഷം രൂപയും 25 പവൻ സ്വർണവും മോഷണം പോയി. മാളപ്പുരയിൽ അബ്ദുൾ സലീമിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. കേസിൽ ബത്തേരി പോലീസ് അന്വേഷണം തുടങ്ങി. വയനാട് ജില്ലയിൽ കളക്ടറുടെ വിലക്ക് ലംഘിച്ചെത്തിയ സഞ്ചാരികളെ പോലീസ് പിടികൂടി പിഴ ചുമത്തി. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. കമ്പളക്കാട് കുറുമ്പാലക്കോട്ട മലമുകളിലെ സൂര്യോദയം കാണാൻ 1000-ഓളം പേരാണ് കഴിഞ്ഞ ദിവസം മലമുകളിൽ എത്തിയത്. വയനാട് ജില്ലയിലെ ടൂറിസം മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്ന് വയനാട് ടൂറിസം അസോസിയേഷൻ. തുടരെയുള്ള നിയന്ത്രണങ്ങൾ ടൂറിസം മേഖല ഇല്ലാതാക്കുമെന്നാണ് അസോസിയേഷന്റെ ആരോപണം. കണ്ണൂർ ജില്ലയിൽ 175 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 151 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ജില്ലയിൽ 306 പേർ കൂടി രോഗമുക്തി നേടി. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് 64 ലക്ഷം രൂപ വില വരുന്ന സ്വർണം പിടികൂടി. 1322 ഗ്രാം സ്വർണമാണ് പിടികൂടിയത്. കർണാടക സ്വദേശികളായ മുഹമ്മദ് ഷമാസ്, മുക്താർ അഹമ്മദ്, സിറാജുദ്ദീൻ, ഷബാസ് അഹമ്മദ് എന്നിവരിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. കാസർഗോഡ് ജില്ലയിൽ 86 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. സമ്പർക്കത്തിലൂടെ 76 പേർക്ക് രോഗബാധ. ജില്ലയിൽ 82 പേർ രോഗമുക്തി നേടി. കാസർഗോഡ് ജില്ലയിൽ വിദേശ മദ്യം പിടികൂടി. 160 പാക്കറ്റ് കർണാടക നിർമ്മിത വിദേശ മദ്യമാണ് പോലീസ് പിടികൂടിയത്. മദ്യം സൂക്ഷിച്ചയാളെ കണ്ടെത്താനായില്ല. കൂടുതൽ പരിശോധന നടത്തിവരികയാണെന്ന് SI റസാഖ്. ഇനി ഫാക്ട് ചെക്ക്. കാർഷിക നിയമങ്ങൾക്കെതിരായ കർഷക പ്രക്ഷോഭങ്ങൾക്കിടെ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം ഉയർത്തിയെന്ന് വ്യാജ പ്രചാരണം. 2019 ക്രിക്കറ്റ് ലോകകപ്പിനിടെ സിഖ് വംശജർ പാകിസ്ഥാൻ ഖലിസ്ഥാൻ മുദ്രാവാക്യം വിളിക്കുന്നതാണ് ഡൽഹിയിലെ കർഷക പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെടുത്തി പ്രചരിക്കുന്ന ചിത്രങ്ങൾക്ക് ഇപ്പോഴത്തെ കർഷക പ്രതിഷേധങ്ങളുമായി ബന്ധമില്ല. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ജോർജ് ഫ്ലോയിഡിന്റെ മകളുടെ മുന്നിൽ മുട്ടുകുത്തി മാപ്പ് അപേക്ഷിക്കുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജം. ചിത്രത്തിൽ കാണുന്ന പെൺകുട്ടി ജോർജ് ഫ്ലോയിഡിന്റെ മകളല്ല. ഇനിയിപ്പോൾ കിട്ടിയത് കർണാടകയിൽ 24 മണിക്കൂറിടെ 998 പോസിറ്റീവ് കേസുകളും 13 മരണവും. നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 23,000-ഓളം പേർ. ഒഡീഷയിൽ സാമൂഹിക, രാഷ്ട്രീയ, കായിക, വിനോദ പരിപാടികൾക്ക് ഡിസംബർ 31 വരെ നിരോധനം. നടപടി കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ. ഗുജറാത്തിലെ രാജ്കോട്ട് ആശുപത്രിയിൽ തീപിടുത്തത്തിൽ 5 കോവിഡ് ബാധിതർ മരിച്ച സംഭവത്തിൽ അന്വേഷണ കമ്മീഷനെ നിയമിച്ചു. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി DA മേത്ത അധ്യക്ഷനായ കമ്മീഷനെയാണ് നിയമിച്ചത്. നവംബർ 27-നായിരുന്നു തീപിടുത്തം. അസമിൽ ജാനുവരി 1 മുതൽ 6ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂളുകൾ വീണ്ടും തുറക്കാൻ തീരുമാനിച്ചതായി വിദ്യാഭ്യാസ ആരോഗ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. നടപടി കോവിഡ് കേസുകളിൽ കുറവുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ. വിദേശ കറൻസി കടത്ത് കേസിൽ കൂടുതൽ ഉന്നതർ ഉൾപ്പെട്ടതായി ബോധ്യപ്പെട്ടുവെന്ന് കോടതി. സ്വപ്ന, സരിത്ത് എന്നിവരുടെ രഹസ്യമൊഴിയിലാണ് ഇക്കാര്യമുള്ളതെന്ന് കോടതി. ഇവർ കോൺസുലേറ്റ് അധികൃതരുമായി മികച്ച ബന്ധമുണ്ടാക്കുകയും ഗൂഢാലോചന നടത്തുകയും കള്ളക്കടത്ത് നടത്തുകയും ചെയ്തുവെന്നും കോടതി. കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെ കൂടാതെ കൂടുതൽ വിദേശ പൌരന്മാർ കള്ളക്കടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും സ്വപ്നയുടെയും സരിത്തിന്റെയും കസ്റ്റഡി ഉത്തരവിൽ കോടതി പരാമർശിച്ചു.